ഇപ്പം ഏകദേശം 1 മണി അടുപ്പിച്ച് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട ഒരു മെയിനായിട്ട് നോക്കേണ്ട സ്ഥലത്ത് വന്ന് അവിടെ ഓപ്പറേറ്ററിനെ ഇട്ടിട്ടുണ്ട്. അവിടെ വർക്ക് നടക്കണം, ക്ലീനിങ്ങിൻ്റെ നടക്കണം. അപ്പോൾ അവിടെ ആളുണ്ട്. പിന്നെ വേറൊരെണ്ണം ആട്ടോയിൽ നടക്കണം, അത് കുഴപ്പമില്ല. ഞാൻ ഇടയ്ക്ക് പറഞ്ഞല്ലേ ലീക്കായെന്ന് പറഞ്ഞാൽ അത് ഒരു കമ്പാർട്ട്മെൻറ്റ് ക്ലീനിങ് നടക്കണം. പിന്നെ അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ അത് റിമോട്ടിൽ നടക്കണം. അത് പിന്നെ കുഴപ്പമില്ല, ജസ്റ്റ് നോക്കിയാൽ മതി. പിന്നെ പിന്നെ അതും കുഴപ്പമില്ല. പിന്നെ ന്യൂ സൈഫ ഓൾഡ് സൈഫ അതും കുഴപ്പമില്ല. അതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അതിരുന്നോളൂ. രാവിലെയും പിന്നെ അതിനെ കൺട്രോൾ ചെയ്യണത് എപ്പോഴും 3 മണിക്ക് രാവിലെ, വെളുപ്പ അല്ല, ഉച്ചയ്ക്ക് ശേഷം. അങ്ങനെ പിന്നെ അടുത്ത് പറഞ്ഞ പണിയൊന്നുമില്ല. പിന്നെ ഫുഡ് കഴിച്ചായിരുന്നു. 2 മുട്ട അടിച്ചത് തേങ്ങ. പിന്നെ അടുത്ത് റൗണ്ട് അടിച്ച് കഴിഞ്ഞു, വേറെ കുഴപ്പമില്ല. ഈ ഫോണും കൊണ്ട് ചാർജ് ചെയ്യണം. 1 മണി അടുപ്പിച്ചായി, 1:05. ഇനി ഫോണിനെ കൊണ്ട് ചാർജ് ചെയ്യണം. ഫോണും കൊണ്ട് ചാർജ് ചെയ്തിട്ട് പിന്നെ ഇത് വിടും ജസ്റ്റ്. പിന്നെ എന്നിട്ട് എല്ലാ സ്ഥലവും നോക്കിയിട്ട് തണുപ്പടി ചെയ്യുമ്പോൾ വീണ്ടും പോയി ചൂടുവെള്ളം കുടിച്ച് ഫോൺ കൊടുത്തോണ്ട് വന്ന് ഇതിനകത്തിരിക്കും. ഇത് തന്നെ പണി. ഇനി അത് മെയിൻലി ഫുള്ളൊന്ന് ചെക്ക് ചെയ്യണം 4 മണി. ഇനി അത് കുഴപ്പമില്ല, ഇപ്പം വീടുകളിലുള്ളവരൊന്നും കുഴപ്പമില്ല. ഇത് ആട്ടോയിൽ ഒരെണ്ണമുണ്ട്, അതും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇനിയും കുറച്ച് നേരം കൂടി പോകും, അതും കുഴപ്പമില്ല. അതാണ് ഇവിടുത്തെ കാര്യം. കിടക്കുന്നത് ഇപ്പോഴായിട്ട് ഓഫായി വരുള്ളൂ. ഏകദേശം 6 മണി അടുപ്പിച്ച്. ഞാൻ അടുത്തുള്ള വേറൊന്നുമില്ല. ഇത് മനയെന്ന് പറഞ്ഞ സംഭവം. വേറൊരിടത്തുള്ളത് അവിടെ ഇപ്പം ഓപ്പറേറ്റർ ഉണ്ട്, അതുകൊണ്ട് അവിടെ കൺട്രോൾ ചെയ്യാനില്ല. പിന്നെ റൗണ്ട് പഠിച്ചു കഴിഞ്ഞു, കുഴപ്പമില്ല. ടൈം അടുപ്പിച്ചേ ലൈറ്റെല്ലാം ഓഫ് ചെയ്യുക, ഇറങ്ങുക. പിന്നെ ഞാൻ ഷൂ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഷൂ ചിലപ്പോൾ വരും, സേഫ്റ്റി ഷൂ. അല്ലെങ്കിൽ നാളെ വരും. ഇനി പോവുക, പല്ല് കഴിക്കുക. ശനം തണുപ്പുണ്ട്, ശനം കൂടുതൽ തണുപ്പ്. ചെവിയൊക്കെ എന്നാ ഐസ് പോലെ തോന്നുന്നു. പിന്നെ രാത്രി ഒമാനി പുതിയ വേറൊരു പുള്ളിയും കൂടി ഉണ്ടായിരുന്നു ഇന്നലെ, ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ആകാശം അത് വലിയൊരു രസമില്ല. ക്ലൗഡി പ്ലസ് പിന്നെ വലിയ സുഖമില്ല, ഒരു രസമില്ല. ഇവിടെ കുഴപ്പമില്ല, അടിപൊളിയാ. പക്ഷെ ഇവിടെ വലിയ രസമില്ല. ഇവിടെ കളർഫുള്ളൊക്കെ കാണും. സൈഡ് സെറ്റായിട്ട് നിൽക്കുന്നു. ഈ സൈഡ് ഒരു ഉണങ്ങി ചെറുത്, ഇവിടെ നോർമൽ. വെള്ളം ഇപ്പോൾ ഒഴിച്ചതല്ല, രാത്രി ഒഴിച്ചിരുന്നതാണ്. നാളെ മറ്റന്നേ കല്ലെടുത്ത് കളയണം. 2 ദിവസം ഞാനല്ല ഒഴിച്ചത്. ഇന്നും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഈ കല്ലുകളെടുത്ത് കളയണം. ഇന്നല്ല, നാളെ അടുപ്പിച്ച് കല്ലെടുത്ത് കളയണം. പല്ലും തേക്കുക, പല്ലും തേച്ചിട്ട് തുണി കഴുകിവിടും. അത് തന്നെ പരിപാടി.
എന്നിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കുക. ഇപ്പം പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് ഡ്രസ്സും കഴുകി ഇപ്പോൾ അടുത്തോളെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കുക. ഫുഡ് റെഡിയാക്കി എന്ന് പറഞ്ഞാൽ ബോയിൽ എഗ്ഗ് പിന്നെ കോഫി പിന്നെ ഇതും കഴിച്ചിട്ട് വീട്ടിലും വിളിച്ച് പോയി കിടന്നിറങ്ങും. അത് തന്നെ. ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം ഒഴിച്ചാൽ മതി. അതങ്ങനെ പോകും. പോണപ്പോൾ ഗുഡ് നൈറ്റ് ഗൈസ് എന്ന് പറഞ്ഞാൽ ഉറക്കണിച്ചിട്ട് ഫുഡിന് വെച്ച് 5-10 മിനിറ്റായി ഉറക്കണിച്ചിട്ട്. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ചെടിക്കും വെള്ളം ഒഴിക്കണം. അങ്ങനെ ഫുഡ് റെഡിയാക്കി ഇതും കഴിക്കുക. ഇതും കുടിച്ചിട്ട് കുറച്ച് നേരം ചുമ്മാ ഇരിക്കണം. വീട്ടിൽ വിളിച്ചില്ലായിരുന്നു. വീട്ടിലും വിളിക്കണം. രാവിലെ വിളിച്ചിട്ട് കോള് പോയില്ല. അപ്പം ഈ സമയത്ത് വിളിച്ചിട്ട് കോള് വിളിക്കണം. അതെ, 6 മണി അടുപ്പിച്ചായിട്ടുണ്ട്. ഇപ്രാവശ്യം ഷൂ കിട്ടി പുതിയ. അതായിരിക്കും കുറേ നാളായി പറഞ്ഞിട്ട്. ഇത് കണ്ടീഷനായി എന്താ ഒരു പരുവായി. 2 ഷൂവും കീറി അകത്ത് മുള്ളുപോലെ കുത്തുകയും ചെയ്യണം. ഏകദേശം ഡ്യൂട്ടി കയറി 7:05 ഇനി ചെല്ലുക. ഒരു കോള് വിളിക്കാറുണ്ട്, ഇൻഫോം ചെയ്യാറുണ്ട്. പിന്നെ വേറെ ഇല്ല. അവനൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ചെക്കും ചെയ്യണ്ട. കോൾ വിളിച്ച് ഇൻഫോം മാത്രം ചെയ്താൽ മതി. പിന്നെ നമ്മളിവിടെ നമുക്കുള്ളതിൽ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതും അഡ്ജസ്റ്റ് ചെയ്യാം. അതിപ്പോൾ ചെയ്യേണ്ടി വരുമെങ്കിൽ ഇപ്പം ചെയ്യാം. 9 മണിക്ക് ചെയ്യേണ്ടി വരുമെങ്കിൽ 9 മണിക്ക്. അത് പിന്നെ സാഹചര്യം അനുസരിച്ച് ഇപ്പം ചെയ്യേണ്ടി വരുമെങ്കിൽ ഇപ്പം ചെയ്യണം. അത് 50 കൂടുതലുണ്ടെങ്കിൽ പിന്നെ 80 കൂടുതലുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. ഇപ്പം ഒരു ലെവലുണ്ട്. എന്നാലേ രാവിലെ വരാകുമ്പം ലെവൽ ഫുള്ളായിട്ടിരിക്കുകയുള്ളൂ. ഫുള്ളല്ല, ഒരു ഫുള്ളിൻ്റെ അടുത്തായിട്ട് വരും. 4.25 4.40 ഒക്കെയാണ് മാക്സിമം. ചെറിയ ലെവലുണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ്. അതങ്ങനെ പോകും. നമ്മളെങ്ങനെ കളിക്കുമോ അതനുസരിച്ചാണത്. അല്ലെങ്കിൽ നല്ല കുറയ്ക്കണം. നല്ല കുറച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ നിന്ന് പോണ വെള്ളം നല്ല കുറയും. അതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ മനസ്സിലായി, നമ്മളവിടെ നിന്ന് വെള്ളം ഒട്ടും പോകില്ല. പിന്നെ ഭയങ്കര പെട്ടെന്ന് നമ്മളെ ലെവലിൽ നടക്കുന്നത് ഒരു അഡ്ജസ്റ്റ്മെൻ്റാണത്. തന്നെ കുറച്ചേ പറ്റൂ. ഇപ്പം തന്നെ ഒന്ന് 3.80 ഇവിടെ നിന്ന് പോവേണ്ടത് എത്ര? ഇവിടെ നിന്ന് പോകേണ്ടത് 3.66 ഔട്ട് പോകണം. നല്ല കുറഞ്ഞു 230. ഇത് 230 എന്ന് പറഞ്ഞാൽ 9 മണിക്ക് പോകേണ്ട ഔട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ കുറച്ചേ പറ്റും. ഇപ്പം തന്നെ കുറയ്ക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ഇല്ലെങ്കിൽ പെട്ടെന്ന് ലെവൽ കയറിക്കളയും. ഇത് ഏകദേശം ഇപ്പം തന്നെ 30 റൗണ്ട് 30 പോയിൻ്റ് ഇപ്പം തന്നെ കുറയ്ക്കണം. ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ഇനി അതും പോയി കുറയ്ക്കണം. ഇപ്പം തന്നെ കുറച്ചിട്ട് വന്നിട്ടാണ് കോൾ വിളിക്കുക. അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ വിട്ടു നോക്കിയെന്ന് വിചാരിച്ച് സെറ്റാക്കിയെന്ന് വിചാരിച്ച് വിട്ടുകളെ. ആ ലെവലിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം വെച്ച് നമ്മൾ കൺട്രോൾ ചെയ്തോളെ. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യൂല. അത് ഒരു പ്രാവശ്യം ചെക്ക് ചെയ്ത സാധനം പിന്നെ ചെക്ക് ചെയ്യൂല. ഇപ്പം ഞാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി 9 മണിക്ക് ശേഷം അല്ല, പിന്നെ നമ്മളെ ലെവൽ മാത്രമേ നോക്കുകയുള്ളൂ. പിന്നെ അതെങ്ങനെ കോൾ വന്നിട്ടുണ്ട് ഇന്നത് നോക്കണം എന്ന് പറഞ്ഞാലേ നോക്കുകയുള്ളൂ. ചുമ്മാതി തന്നെ നോക്കിക്കൊണ്ടിരിക്കില്ല. സ്ക്രീന് വലിയ സുഖമുള്ള സ്ക്രീനല്ല. ശരി, ഞാൻ ഇറങ്ങാൻ പോകുന്നത്. അപ്പം ഏകദേശം അത് കുറച്ച് 30 പോയിൻ്റ് കുറയ്ക്കണം. 30 പോയിൻറ്റിൽ ഇവിടുത്തെ ഒരു രീതിയിലെന്ന് പറഞ്ഞാൽ 30 റൗണ്ടിന് 4 പ്രാവശ്യം കുറയ്ക്കണം. ഇനി 50 റൗണ്ട് കുറയ്ക്കണമെങ്കിൽ 6 പ്രാവശ്യം കുറയ്ക്കണം. ഒരു റൗണ്ട് എക്സ്ട്രാ.
അങ്ങനെ കുറയ്ക്കുമ്പോൾ കറക്റ്റാണ്. നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും വരും. ഇപ്പം എത്ര വന്നതാണ് ഇപ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഏകദേശം എങ്ങനെയും 210, 40-ന് 240-ന് 210. പിന്നെ എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് കോൾ വിളിച്ച് സംസാരിച്ച് പറയണം, വേറെ ഒന്നുമില്ല. ഞാൻ റീഡിങ് എടുക്കാൻ പോകണം. ഇവിടെ നിന്ന് ഇറങ്ങി ഇനി പോയി റീഡിങ് എടുക്കുക. ഇൻലെറ്റ് ഔട്ട്ലെറ്റ് 2 മീറ്റർ അതടിച്ച് തന്നെ എടുക്കാൻ പോകണം. ഏകദേശം ഫുള്ള് എഴുതി കഴിഞ്ഞ് പേപ്പറും റെഡിയാക്കി. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് 10-10:30 ആകുമ്പോൾ ഫുള്ളൊന്ന് റൗണ്ട് പഠിച്ച് ഫുള്ള് ചെക്ക് ചെയ്ത് കേസ് ലീക്ക് ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം. അത്രയാണ്. പിന്നെ ഫുഡും കഴിയും. ഫുഡ് തന്നെ 2 മുട്ട ആവശ്യം കഴിയും. പിന്നെ തേയില അത് അപ്പോൾ ഉള്ളത് അതങ്ങ് പോകാൻ. ഫുഡും ഉണ്ടാക്കി, മുട്ട, ചീസ്, സോസേജ്, തേയില, ഇതെല്ലാം കഴിച്ചിട്ടതിന് ശേഷം ഫോൺ ചാർജിലോട്ട് ഇറങ്ങും. ഫോർ വാച്ചിങ് ഗൈസ്.